അപ്പൊ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ജോധ്പൂരിലാണുള്ളത്. അപ്പൊ നമുക്ക് ജോധ്പൂരിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഇതാ നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റൽ എടുത്തേക്കുന്ന മുസ്താച്ചിലാട്ടോ. നമുക്ക് കോസ്റ്റ് വന്നേക്കുന്നത് 320 റുപ്പീസാണ് വന്നിട്ട് ഡോം സ്പേസിന്. ഇത് ആക്ച്വലി ബാക്ക് സൈഡാണ്, ഫ്രണ്ട് ഞാൻ കാണിച്ചുതരാം. ആക്ച്വലി ഫ്രണ്ട് ഇവിടെ മുസ്താച്ചിന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ രാവിലെ 7 മണിക്ക് അവിടെ എത്തി, 6:45 7 മണിയായപ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കും. എന്നിട്ട് നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട്. തിരക്ക് കുറവാണ്. ഇന്ന് സാറ്റർഡേ ആയിട്ട് ഇവിടെ തിരക്ക് കുറവാണ്. ആക്ച്വലി മേളിൽ കുറച്ച് പേരുണ്ട്, പക്ഷേ ഫ്രണ്ട് ഡോർ അടച്ചിട്ടേക്കാണ്, ബാക്കിൽ കൂടെ എല്ലാവരും കയറും. ഇത് ഒരു കൊളാബറേഷൻ ചെയ്യുന്നുണ്ട് ഈ ബാരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റുമായിട്ട്. മേളിലാണുള്ളത്, നമുക്കത് പിന്നെ കാണാം. നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ പോകുന്നത് മെഹ്റഗംഗ് ഫോർട്ട്, ഇവിടുത്തെ ഏറ്റവും മെയിൻ ഫോർട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ുള്ള ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഫോർട്ട് റോഡാണോ. പക്ഷേ ഇവിടുന്ന് ആക്ച്വലി 2.9 കിലോമീറ്റർ ഉണ്ട് ഫോർട്ടിലേക്ക്. അപ്പോൾ നമുക്ക് മാപ്പ് നോക്കിയപ്പം 2 കിലോമീറ്റർ കാണിച്ച്, പക്ഷേ നമ്മുടെ ഊബർ ഗോയിൽ നോക്കിയപ്പോൾ 2.9. അപ്പോൾ നമ്മൾ അതിൽ ഊബർ മോട്ടോയ്ക്ക് എത്ര 29 രൂപ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ക്യാപ്റ്റനെ കിട്ടിയിട്ടുണ്ട്, മിസ്റ്റർ ഹേമന്ത്. ഹേമന്തിന് ഇംഗ്ലീഷ് അറിയാം, ചൈനീസ് അറിയാം, ഫ്രഞ്ച് അറിയാം, സ്പാനിഷ് അറിയാം. മോനെ പ്രോ തന്നെ കേട്ടോ പുള്ളി. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ ആവശ്യമൊന്നും അറിയില്ല, എനിക്ക് ആ ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. ചൈനീസും അറിയത്തില്ല, ഫ്രഞ്ചും അറിയത്തില്ല, സ്പാനിഷും അറിയത്തില്ല, പോർച്ചുഗീസും അറിയത്തില്ല. എന്തായാലും 2 മിനിറ്റ് മൂപ്പര് വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഊബറിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത്. ഊബർ ഡ്രൈവർ കോൾ ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആളിതുവരെ കട്ട് ചെയ്തിട്ടില്ല. ആൾ പറഞ്ഞു, ഞാൻ വിചാരിച്ച ആൾ റേറ്റ് കയറ്റി പറയാൻ വേണ്ടി പറയുന്നതായിരിക്കും. 30 രൂപ പോരാ, കുറച്ചുകൂടെ 60 രൂപയിലും വേണമെന്ന് പറയാനായിരിക്കും. പക്ഷേ പുള്ളി പറഞ്ഞു ഇപ്പോൾ വരാം, ലൊക്കേഷനോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹേമൻജിയുടെ കൂടെ ബൈക്കിൽ കയറി പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ദാ കാണുന്നതാണ് മെഹ്റഗംഗ് ഫോർട്ട്. അപ്പം ഇപ്പോൾ നമ്മൾ ഫോർട്ട് റോഡിൽ നമ്മൾ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ മെഹ്റഗംഗ് ഫോർട്ടിലെത്തും. നമുക്ക് നോക്കാം, ലെറ്റ്സ് എക്സ്പ്ലോർ ദാറ്റ്. ഇവിടെ ഓൺ ദ വേ പോകുമ്പോൾ തന്നെ നമുക്ക് ടോപ്പിൽ നിന്ന് താഴെയുള്ള വീടുകളുടെ ഒരു വ്യൂ കാണാൻ പറ്റുമേ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മിക്ക നല്ല വളരെ ഒരു 50% വീടുകൾ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചേക്കുന്നത്. നീല കളറിൽ പെയിൻറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ടോപ്പിലുള്ള ഷീറ്റിന് എന്തായാലും ബ്ലൂ കളറായിരിക്കും. വളരെ കുറച്ചുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ബ്ലൂ സിറ്റി ആയി പോയില്ലേ. അങ്ങനെ നമ്മൾ അവസാനം മെഹ്റഗംഗ് ഫോർട്ടിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വാ നമുക്ക് നോക്കാം. व्हीकल हाँ व्हीकल ओके ठीक है जी, पहुँच गए. यही है मेहरगंज फोर्ट जी. हेमंत जी टाटा जी, टाटा टाटा, थैंक यू सो मच. ഇതിൻ്റെ മുകളിലോട്ട് വിക്കലൊന്നും ഇടത്തില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. പിന്നെ പുള്ളി പറഞ്ഞ വണ്ടി കാണിച്ചിട്ട് വെഹിക്കലിനാണ് പുള്ളി വിക്കൽ എന്ന് പറഞ്ഞത്. കൊള്ളാല്ലേ. അപ്പോൾ ഇതാണ് മെഹ്റഗംഗ് ഫോർട്ട്. ഒരു യമണ്ട സാധനം നല്ല. ഇതൊരു ബ്ലൂ കളറിൽ വേണമായിരുന്നു. ഇതൊരു എന്ത് കളർ, ഇഷ്ടിക ബ്രൗൺ കളറാണ്. അടുത്തെത്തുമ്പോൾ തന്നെ ടെറയും ഭയങ്കരമായിട്ട് മാറും കേട്ടോ. കുറച്ച് പച്ചപ്പ് കൂടും, കുറേ ചെടികളും മരങ്ങളും. അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ടൊരു ചെറിയൊരു തടാകം പോലെ കാണാം കേട്ടോ. അവിടെയും കുറച്ച് 2-3 സ്തൂപങ്ങളായിട്ടുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല. കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാട്ടോ. ഇപ്പോൾ 9 മണിക്ക് സ്റ്റാർട്ട് ആയതല്ലോ, ഇപ്പോൾ 9:10 ആവുന്നേ. പിന്നെ ഒരുപാട് പക്ഷികളുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. കുറച്ച് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. രാജസ്ഥാനി ടൂറിസ്റ്റ് വന്നു, ലോക്കൽ. വേറെ ഏതോ സ്ഥലത്തു നിന്ന് മെഹ്റഗംഗ് പോലീസുകാരൻ വേറെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണം, ആധാർ കാർഡ് എവിടെയെന്നൊക്കെ. വേറെ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ലാതെ ഉള്ള ആൾക്കാരാട്ടോ ഇവന്മാർ. നോക്കാം. എൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാം കേട്ടോ, ഒരു മലയുണ്ട്. മലയും ഒരു എന്താ മൊബൈൽ ടവറും കാണാം. അവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ അതിൻ്റെ ഞാനൊരു സ്ഥലം കണ്ടായിരുന്നു, റാവ് ജോധ ഡെസേർട്ട് റോക്ക് പാർക്ക്. അപ്പം അങ്ങോട്ടുള്ള സ്ഥലം, അങ്ങോട്ടുള്ള വഴി ആ നേരത്തെ കാണിച്ചത് അതാണെന്ന് തോന്നുന്നു, ഡെസേർട്ട് റോക്ക് പാർക്ക്. അപ്പോൾ നമുക്കത് പിന്നെ നോക്കാം, പോവാം. കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ പണിയൊക്കെ കാണുന്നുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ബോർഡൊക്കെ വെച്ചു. ഒരു 5 പേര് കാണും എക്സ്ട്രാ. ഫ്രണ്ടിൽ കുറച്ച് പേര് പോകുന്നുണ്ട്. ായിട്ട് നമുക്കിങ്ങനെ ഒരു വ്യൂ ആയിട്ട് കാണുന്നത്. കുറച്ച് പാറക്കല്ലുകളും പിന്നെ അവിടെ ദൂരെയായിട്ട് കുറച്ച് ഇത് കാണാം, മതിൽ, ഫോർട്ടിൻ്റെ ചുറ്റുമതിലാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഇത് കാണാം, നമ്മുടെ ബ്ലൂ സിറ്റി. വീടിനെല്ലാം ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു നേരിയ തോതിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിക്കാണായിരിക്കും. ഇവിടെ പാർക്കിംഗ് കേട്ടോ, ഗൈഡ് ആൻഡ് ഗസ്റ്റ് പാർക്കിംഗ് ആണ്. 4 വീലർ പാർക്കിങ്ങും അപ്പുറത്ത് 2 വീലർ പാർക്കിങ്ങും ഉണ്ട്. കുറേ കിളികൾ പറക്കാം, ഒരുപാട് കിളികൾ. ഇതാണ് നമ്മുടെ ഫോർട്ടിൻ്റെ പേര്, മെഹ്റഗർ ഫോർട്ട് വിസിറ്റർ സെൻറ്റർ. മ്യൂസിയം ട്രസ്റ്റൊക്കെ ഉണ്ട്. CCTV നിയന്ത്രണമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ തിരക്കില്ല കേട്ടോ, രാവിലെ ഉണ്ടാണോ എന്നറിയില്ല. സാറിന് ഇവിടെയൊക്കെ ക്യൂ ആവേണ്ടതെന്ന്. പിന്നെ കുറച്ച് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പ്രിക്കോഷൻസ് ഉണ്ട്. വെപ്പൺ ഷാർപ്പ് ഒന്നും പറ്റില്ല, സൂട്ട് കേസ് ബാഗൊന്നും പറ്റില്ല.
അപ്പോൾ നമ്മൾ സോളോ വരുവാണെങ്കിൽ നമ്മൾ തോറ്റു. നമുക്ക് അതൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടേ അകത്ത് വിടാൻ പറ്റില്ല. ഫുഡും ഡ്രിങ്ക് ഐറ്റംസ് ഒന്നും പറ്റില്ല. സിഗരറ്റ്സ്, ഗുഡ്ക, പാൻ, അതെന്തായാലും നന്നായി. സെൽഫി സ്റ്റിക്ക്, ഡ്രോൺ ക്യാമറ സ്റ്റാൻഡ്, ട്രൈപോഡ്, ഇതൊന്നും പറ്റില്ല. അടിപൊളി. ട്രൈപോഡ് നമുക്ക് ആവശ്യമില്ല, നമ്മുടെ കൈ ഉണ്ടല്ലോ. ഇതാണ്ട് നമ്മുടെ ഫോർട്ട്. ഒരു യമണ്ട സാധനം തന്നെയല്ലേ. ഇത് മേളൊരു പീരങ്ക കയറിപ്പുണ്ട്. വിഷയം കാണിച്ചിട്ടുണ്ട് കേട്ടോ. 3 ഒരെണ്ണം റാവോ ജോത ഡെസേർട്ട് റോക്ക് പാർക്കിൻ്റെ, അത് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ മേറൻ ടെറസ്, രാത്രിയൊക്കെ ആകുമ്പോൾ ടെറസിൽ എന്തെങ്കിലും ഇങ്ങനെ കഫേ പോലത്തെ സെറ്റപ്പൊക്കെ ആയിരിക്കും, ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട്, ക്യാൻഡിൽ ലൈറ്റൊക്കെ ആയിട്ട്. പിന്നെ ഇത് മറ്റേ ഫ്ലൈയിങ് ഫോക്സ്, സിപ്പ് ലൈൻ്റെ പരിപാടിയാണ്. അത് സിപ്പ് ലൈൻ ടൂർ. ഇന്നലെ സിപ്പ് ലൈൻ ടൂർ നമുക്ക് നോക്കാം. 45 മിനിറ്റ്സ് എന്തോ, 1 മണിക്കൂർ വരുന്ന പരിപാടിയാണ് കേട്ടെ. നോക്കാം എന്താണ് സ്കീമെന്ന്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റാഫ് കഫറ്റേരിയ കാണാം കേട്ടോ. സ്റ്റാഫ് കഫറ്റേരിയ, അതിന് മാത്രം സ്റ്റാഫ് ഇവിടെ ഉണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. സ്റ്റാഫ്സ് ഉണ്ട്, കുറച്ച് ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിമാരാണ് കേട്ടോ. യൂണിഫോമിലൊന്നുമില്ല, രാജസ്ഥാനി നാടോടി ഡ്രസ്സിലാട്ടോ ക്ലീൻ ചെയ്യാൻ വരുന്നത്. ഇത് ഭയങ്കര രസമാട്ടോ. നല്ല കിടില കാറ്റ് പിടിക്കുന്നു, തണുത്ത കാറ്റ്. നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടുന്ന്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇത് നമ്മുടെ ഫോർട്ട്. ഇതൊക്കെ എന്തോ ഫ്ലാഗൊക്കെ വെച്ചൊരു ഈക്കോ ഒക്കെ ഇരിക്കുന്നു. എന്തുവാണ്? ശ്രീ സാവിത്രി സംസ്കാർ സർക്കാർ. ഇവിടെ നമുക്ക് ക്രൂസിൻ്റെ വ്യൂ കാണാം കേട്ടോ. ഇവിടെ കുറച്ച് ഇങ്ങനെ ഡിസ്ക്ലെയിമറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സെക്യൂരിറ്റി ബാരിയർ കടക്കരുത്, സെൽഫി എടുക്കരുത്, സെൽഫി എടുക്കുമ്പോൾ സൂക്ഷിക്കണം, സെൽഫി സ്റ്റിക്ക് പെർമിറ്റ് അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതാണ് വ്യൂ. മോനെ വിഷയം തന്നെയല്ലേ. ലൂസിറ്റി ടോപ്പ് വ്യൂ കാണുമ്പോഴേ മിനിമലായിട്ടേ ഉള്ളൂ, മൊത്തം നമുക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു 75% അപ്പുറത്തൊക്കെ അവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലൂ കാണാം. ഫുൾ ബ്ലൂ പെയിൻ്റ് അടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. കറക്റ്റ് എത്ര എലവേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ സ്റ്റിൽ നല്ലൊരു വ്യൂ ആട്ടോ. നടുക്കൊരു വലിയ തടാകവും, ദൂരെ ഒരു മോണുമെൻറ്റ് കാണുന്നുണ്ട്, എന്താണെന്ന്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു ഫ്ലാറ്റും കാണും. പിന്നെ ബാക്കിയെല്ലാം മോഡറേറ്റ് ചെറിയ വീടുകൾ, ടെറസിൻ്റെ അവിടെ ആയിട്ട് ബ്ലൂ കളർ അടിച്ചേക്കുന്ന വീടുകൾ. അതാണ് നമുക്ക് ഇവിടുന്ന് കാണുന്ന വ്യൂ. നമുക്കൊരു ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ റിസ്കി സ്ഥലമാണോ എനിക്കറിയില്ല. ബാരറൊക്കെ വെച്ചിട്ടുണ്ട്, എന്നിട്ടും അതിനകത്ത് ആൾക്കാർ സെൽഫി എടുക്കുന്ന വേളയിൽ താഴെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. 100 രൂപയാണ് ഞാൻ ChatGPT കണ്ട വില. ഇവിടെ എത്ര ആണോ കുറച്ചുകൂടെ വില കാണുമായിരിക്കും മേ ബി. ഗണ്ടാകറുണ്ട്, ക്ലോക്ക് ടവർ. അതിൽ താഴോട്ട് പോകുന്ന വഴിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഗുലാബ് സാഗർ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാം. ഇവിടെ ആരോ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ സ്ട്രിക്ട്ലി ചെയ്തിട്ടുണ്ട്, ഡ്രോണൊന്നും പറ്റില്ല. അതുപോലെ ഇതെല്ലാം ക്യാമറ സർവൈലൻസ് ആണെന്നും വെപ്പൺസ്. താഴെ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സെൽഫിയും പാടില്ലെന്ന് പറഞ്ഞാൽ റിസ്ക്കിയാണത്രേ. അത് ശരി. ഇവിടെ നല്ലായിരുന്നുണ്ട് ടിക്കറ്റ്. ഇവിടെ ബാഗ് ചെക്കിൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ചേച്ചി ചുമ്മാ ബാഗ് വരുന്നത് തുറന്നു നോക്കി. അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല, പറയത്തൊക്കെ ചെറിയ സ്ട്രിക്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അവർ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ്. അപ്പോൾ അവർ ബാഗിൽ നോക്കി അതിനകത്ത് സെൽഫി സ്റ്റിക്ക് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇല്ല ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇത് ആക്ച്വലി ഈ ഒരു സംഭവം ഈ സ്റ്റോപ്പ് അടിപൊളിയല്ലേ കാണാൻ. പക്ഷെ അങ്ങോട്ടുള്ള നോ എൻട്രി ആണ്. ഇവിടെ നമുക്ക് മറിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ വഴി പോകാം. ഈ വഴി കാണുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കവാടം കാണാം, മെയിൻ കവാടം. പിന്നെ ഹനുമാൻജിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഇവിടെ. കവാടത്തിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് 2 പെയിൻറ്റിങ്സ് ഉണ്ട്. എന്തോ യുദ്ധത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ആണോ? മേളിൽ കുതിരപ്പുറത്ത് രാജാവ് രാജ്ഞിയും കൂടി സുള്ളുന്ന ഫോട്ടോയും ഉണ്ട്. പിന്നെ ഇവിടെ ദൈവങ്ങളുടെ ആണോ? അതെ, ഗണപതിയും. പിന്നെ ഇതാരാണ് 10 കൈയുള്ള ആൾ. പിന്നെ കോഴിയുടെ മണ്ടയ്ക്കിരിക്കുന്നത് എന്താണ് സംഭവം? സ്വാൻ്റെ മണ്ടയ്ക്കിരിക്കുന്നത് എന്തോ അർത്ഥവത്തായുള്ള സംഭവമാണ്. ഇവിടെ കുറേ നമുക്ക് രാജസ്ഥാനി ലേഡീസിനെ കാണാം. ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ ബോർഡിൻ്റെ ഉള്ളിലാണ്, പക്ഷേ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ആ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ്? ടിക്കറ്റ് കൗണ്ടർ നമ്പർ 1. ചെറിയ തിരക്കുണ്ട്, നോക്കാം റേറ്റ് എത്രയായിരുന്നു. അവിടെ നല്ല രീതിയിൽ ക്യാമറ, CCTV പ്രൊഡക്റ്റ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഉണ്ട്. एक्स्ट्रा लगेगा जो आपको सीधा जहाँ पैलेसेस देखने के स्टाफ से वहाँ ड्रॉप करेगा एंड देन डिपेंडिंग ऑन नंबर ऑफ पीपल हमारा प्रॉफिट करेगी गाइड के चार्ज एंड गिफ्ट आपको यहाँ पे करना गाइड फीस सामने ऑनलाइन 200 രൂപ നമ്മുടെ എൻട്രി ഫീസ് വരുന്നത്. 100 ഞാൻ പ്രതീക്ഷിച്ചത്. ഇതാട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇവരിതൊരു കർണാടക കപ്പിൾസ് ആട്ടോ. ഇവിടെ കുറച്ച് രാജസ്ഥാനി ടീംസ് ഉണ്ട്. 200 രൂപ ടിക്കറ്റ് വരുന്നത്. ലിഫ്റ്റ് നമ്മൾ എടുക്കുന്നില്ല, നമുക്ക് നടന്നു തന്നെ പോകാം. കേട്ടോ 200 രൂപ ടിക്കറ്റ് വരുന്നത്. 2 പേപ്പർ ഉണ്ടല്ലോ, എന്താ സംഭവം?
രണ്ടും ഒന്ന് തന്നെ എഴുതിയേക്കുന്നത്. എന്താന്ന് ഒരെണ്ണം അവർക്ക് കൊടുക്കാനൊന്നും, ഗേറ്റ് കീപ്പറിന് കൊടുക്കാനൊന്നും. നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ. ഈ ചാലാൻ തുടങ്ങി കേട്ടോ. ചേടാ എന്തു ചെയ്യും. പിന്നെ ഇവിടുത്തെ കുറേ രാജസ്ഥാനി ടീംസ് ഉണ്ട് കേട്ടോ. രാജസ്ഥാനി ലോക്കൽ ആൾക്കാർ അവർ കാണാൻ വേണ്ടി വന്നു. മേ ബി ജോധ്പൂർ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളവരായിരിക്കും. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ യാത്ര തുടരാം. രണ്ടാമത്തെ ടിക്കറ്റ് കണ്ടോ കേട്ടോ. ഇത് ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സാണ് കേട്ടോ. അഡ്മിഷൻ കോൺട്രിബ്യൂഷൻ 800, കൺസെഷൻ 500, സ്റ്റുഡൻസ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം. ടൂർ എസ്കോട്ട് ഫീ 400, എലവേറ്റർ അത് വൺ സൈഡേ ഉള്ളൂ കേട്ടോ. അതിന് 50 രൂപ വരും. എന്താണ് ഇത് നമ്മുടെ നോർമൽ ആൾക്കാർക്കുള്ള 200 രൂപയുടെ. സ്റ്റുഡൻ്റ് ആയിരുന്ന എംടെക്കിന് ആയിരുന്നാൽ എന്തോരം ലാഭമായിരുന്നു ഈ ട്രിപ്പ്. എല്ലാത്തിനും 50% ഓഫ് ഉണ്ട് അതിന് ID കാർഡ് ഉണ്ടെങ്കിൽ. ഇതൊരു പാലസ് മ്യൂസിയം, ഇതിനുള്ളിൽ തന്നെയാണ് ഉമ്മൈദ് ഭവൻ പാലസ് മ്യൂസിയം. അതൊന്ന് ചെക്ക് ചെയ്യണം. ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 5.8 കിലോമീറ്റർ അവേ ഫ്രം എയർഗൺ. അത് നമുക്ക് നോക്കാം. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 4:30 അടയ്ക്കും. 30 രൂപയുടെ എൻട്രി ഫീസ്. പക്ഷേ ഇത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ 100 രൂപയായിരിക്കും ചിലപ്പോൾ. ഇവിടെ പിന്നെ ഫോറിനേഴ്സിന് കേട്ടോ. ഒരുപാട് ഫോറിനേഴ്സിന് ഇത് ചെയ്തിട്ടേ USD 84 രൂപ, യൂറോ 150 GB. സർവീസ് ചാർജ് ഒന്നുമില്ല കേട്ടോ ഇവിടെ. പക്ഷേ എലിവേറ്റർ വരുന്നത് സമയം. ഈ ചേട്ടനാണ് നമ്മുടെ ടിക്കറ്റ് നോക്കുന്നത്. പിന്നെ കളഞ്ഞു പോകാൻ നോക്കട്ടെ, എവിടെ കൊണ്ട് വെക്കുമെന്തോ കളഞ്ഞു. ഒരു എണ്ണ സാധനം കേട്ടത് ഒന്നും പറയല്ലേ. ഒരു മരം കേട്ടോ, ടൂത്ത് ബ്രഷ് ട്രീ, സൽവത്തോർ പെർസിയക്ക. ഇതാണ് ആ മരം. തൽക്കാലം അതിൻ്റെ താഴെ നിൽക്കുക, അല്ലെ മഴ നനഞ്ഞൊരു പരുവം കൂടി കേട്ടോ. ഞാൻ കൂടിയത് ഇവിടെ ഓപ്പോസിറ്റ് 2 കടകളുണ്ട്. ഒരു ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് പോലെ ടീഷർട്ടും രാജസ്ഥാനി ഐറ്റംസൊക്കെ കിട്ടുന്ന ആനയുടെ പാവയും, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഫേ പോലെ സെറ്റപ്പും ഉണ്ട്. ഇവിടെ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടും. നമുക്കതിന് വിശക്കുന്നൊന്നുമില്ല. രാവിലെ ആലു പൊറോട്ട കഴിച്ചായിരുന്നു. ഇവിടെ എന്തൊക്കെയോ ഇവിടെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ 2 ചേച്ചിമാരുണ്ട്, രാജസ്ഥാനി ചേച്ചിമാർ. അതിങ്ങനെ ഇരിക്കുക. പൽക്കി ഷോപ്പ് ആൻഡ് കഫേ. അതുകൊണ്ട് ഒരു കട കേട്ടോ, പൽക്കിന്ന് എൻ്റെ പേര്. ഇതിനകത്ത് നമ്മുടെ ഷോപ്പും വരും. ഇതിനകത്ത് സൊവീനറൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് സാധനം. ഭയങ്കര നഗോർ കേട്ടിട്ടില്ല. മഴ നൈസായിട്ട് മാറിയായിരുന്നു പോയായിരുന്നു. മഴ കാരണം എല്ലാവരും ഇവിടെ കയറി നിൽക്കുക കേട്ടോ. രാജസ്ഥാനി കുടുംബം മൊത്തം ഉണ്ട്. ലോഡ് ആൾക്കാരുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരും എല്ലാം ഉണ്ട്. ആള് കൂടിക്കൂടി വരുവാണല്ലോ. പുറത്തുനിന്നൊക്കെ ആരാണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ തിരക്കില്ലാതെ ആദ്യം കയറാൻ വിചാരിച്ചു. ഈ മഴ ചെറുതായിട്ട് കുറഞ്ഞ ആൾക്കാരൊക്കെ കൂടി ഞാനും പോട്ടല്ലേ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും അവസാനം വരെ. അപ്പോൾ ഇവിടെ ചെറിയ വീണ്ടും ഒരു കഫേ സെറ്റപ്പ് ഉണ്ടോ. മഴ ഒരു സീൻ തന്നെ. താഴെ നിന്ന് കണ്ട പീരങ്കി ആണോ നോക്കാം. ഓ, ഇവിടെ കുറച്ചുകൂടെ ബ്ലൂ സിറ്റി, കുറച്ചുകൂടെ ബ്ലൂ കാണാൻ തോന്നുന്നുണ്ട്. ഇവിടെ വലിയൊരു വാതിലുണ്ട്. ഫ്ലൈയിങ് ഫോക്സിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അതേ വെള്ളം നമുക്കൊരു പീരങ്കിയാണ് ഇവിടെ. ഫ്ലൈയിങ് ബോക്സിൻ്റെ പരസ്യമുണ്ട്. ഫ്ലൈയിങ് ബോക്സ് പോലെ മെഹ്റാൻ ടെറസിൻ്റെ സാധനം. പിന്നെ ഓരോ അളവിനും ഓരോ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്. അങ്ങോട്ടാണ് തോന്നുന്നു സിപ്പ് ലൈൻ ടൂർ കേട്ടോ. അവിടെ ഒരു സൈൻ ബോർഡ് കാണാം. നല്ല കുത്തനുള്ള കയറ്റം കേട്ടോ അത്യാവശ്യം. അതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ എലിവേറ്റർ എടുക്കുന്നത്. അത് വൺ സൈഡ് മാത്രമേ ഉള്ളൂ. മേളിലോട്ട് കയറാൻ വേണ്ടി മാത്രം 50 രൂപ. അവർ എലിവേറ്റർ വഴിയാണ് പോയത്. നമുക്ക് നടന്ന് കയറാം. എന്താ അല്ലാണ്ട് ചെയ്യുക. ഇവരെ കയറി പോകുന്നുണ്ടല്ലേ പ്രായമുള്ള സ്ത്രീകളൊക്കെ. ഷൂട്ട് എന്തായാലും നന്നായി. കാരണം മഴ കാരണം നല്ല രീതിയിൽ തെന്നലുണ്ട്. മറ്റേ ചപ്പലിട്ട് അങ്ങനെ മാറിയത് ഇവിടെ തെന്നിയടിച്ച് വീണേ. ഇതാണ് റാവു ജോദാജീസ് ഫൽസ. ഫൽസ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല കേട്ടോ. 1459 വീടുകളെന്ന് പണിത്. അത് മനസ്സിലായി. വേറെ ഒന്നും എനിക്കറിയില്ല. ഇത് ഗൈഡിന് എടുക്കണേ കേട്ടോ. കാരണം അതിനകത്തൊന്നും എഴുതിയിട്ടില്ല കാര്യമായിട്ട്. ഈ ഒരു ഫോർട്ടിൻ്റെ അങ്ങോട്ട് പോകാനുള്ള ലോക്കാട്ടോ ആക്ച്വലി ഉണ്ടോ. ഇവിടെ ലോക്കിട്ട് വെച്ചേക്കാം. വേണേ ചാടി കയറി പോകാൻ വെറുതെ. പിന്നെ ഇവിടെ CCTV ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ വിട്ടു നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഒഴിവാക്കാം. നടന്നത് ഒരു ഫോണിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇനി മഴ നനയേണ്ട സീനില്ല. ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കയറി തന്നെ നോക്കണം. ഒരു ഫോട്ടം തോന്നിക്കുന്നത് ജസ്റ്റ് പുതിയൊരു കവാടത്തിലോട്ടായിരുന്നു കേട്ടോ. അതൊരു നെക്സ്റ്റ് നമുക്ക് ഇതുപോലൊരു മുകളിൽ സ്പേസ് ഇല്ലാത്തൊരു ഇതിലോട്ട് തന്നെ പോകുന്നത്. വലിയൊരു കുടമൊക്കെ ഇരിപ്പുണ്ട്. കളറൊക്കെ മാറി കേട്ടോ. ഒരു നേരത്തെ ഒരു ബ്രൗൺ കളറായിരുന്നു. ഇപ്പോൾ മഞ്ഞ കളറാണ് ഇവിടെ. ഇവിടെ 2 കുടം വെച്ച് സൈഡ് ഇരിപ്പുണ്ട്. ഇവിടെ കഫേ മെഹ്റാൻ. ആക്ച്വലി ഇന്ന് കഫേയുടെ ഒരു കളറാണെന്ന് തോന്നി, മഞ്ഞ കളർ. ഇവിടെ വാഷ്റൂമൊക്കെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. സ്നാക്സ്, റിഫ്രഷ്മെൻറ്റ്സ്, രാജസ്ഥാനി താലിയൊക്കെ ഉണ്ട്. അകത്ത് ഭയങ്കര റോയൽ സെറ്റപ്പ് കേട്ടോ. അതുപോലെ രാജാവിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിയം ഉണ്ട് കേട്ടോ. ആ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ്, നമ്മുടെ ടിക്കറ്റ് എന്നാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
താഴെ നിന്നൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ ടിക്കറ്റ് ചെക്കറും ഉണ്ട്. പിന്നെ ഇവിടെ ചേച്ചിമാർ ക്ലീൻ ചെയ്തതാണ്. ഭയങ്കര വെള്ളമായിട്ടെ, മഴ കാരണം വെള്ളം കൂടിയിട്ട് മൊത്തം അത് അടിച്ചു തളിക്കുക. ഇവിടെ തന്നെ ഗുട്ടൻസ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരെണ്ണം മ്യൂസിയത്തിലേക്കുള്ള കേട്ടോ. മ്യൂസിയത്തിൻ്റെ പേര് സൂരജ് പോൾ. മ്യൂസിയത്തിലേക്ക് പോകും. അപ്പം ഒന്ന് പുള്ളിക്കാരൻ എടുത്ത് കൈ വെച്ചു, എന്നിട്ട് മറ്റേത് എന്നെ തന്നു. വീണ്ടും മ്യൂസിയത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണോ എന്താല്ലേ. ഒരു എക്സ്റ്റീരിയർ വരുന്നത്. ഇവിടെയും സ്റ്റാഫ്സിനൊക്കെ മറ്റേ രാജസ്ഥാനി ടൈപ്പ് ഡ്രസ്സ്, മറ്റേ തലപ്പാവും കോസ്റ്റ്യൂമൊക്കെ. അവിടെ പിന്നെ വേറെ ആരും ഇരിപ്പുണ്ട്. എന്താണ് സ്കീം അത് നോക്കട്ടെ. പൽക്കിക്കാനായിട്ടോ നമ്മുടെ പല്ലക്കുകളുടെ ഒരു സ്റ്റോറ്. അപ്പോൾ പല ടൈപ്പിലെ പല്ലൊക്കെ ഉണ്ട്. സിനിമയിലൊക്കെ ഉണ്ടല്ലോ, പൊന്നിൻ സെൽവനിലൊക്കെ കണ്ടേക്കുന്ന പോലെ പല ടൈപ്പ് പല്ലക്കുകൾ കേട്ടോ. ഒരു 5-6 ഉള്ളൂ ആക്ച്വലി. ഇവിടെ ഒരു കസേര ഉള്ളൊരു പല്ലക്കുണ്ട്. പിന്നെ ഏതാണ് ഇത്, റൂഫ് ടോപ്പ് ഇല്ലാത്തത്. ഇത് വിത്ത് റൂഫ് ടോപ്പ് കവറിങ്, എല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ അതൊരു ചെറിയൊരു സാധനം. പിന്നെ ഒരു മൈലിൻ്റെ ഇതുള്ള തംസം സംഭവം 10 എഴുതി ഡിസ്ക്രിപ്ഷൻ നടക്കില്ല കേട്ടോ. എൻ്റെ ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു, ശീശ പോലത്തെ എന്തോ സാധനം കേട്ടോ, വലിച്ചു കയറ്റുന്നത്. മേ ബി അത് തന്നെ. യെസ്, ഒരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു ചേട്ടൻ നേരത്തെ ട്രിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റാഫെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. എന്തായാലും ഭംഗി. ഇവിടെ ഒരു സ്റ്റെപ്പ് കോണിപ്പടിയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ അത് ഓഫീസ് യൂസിന് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ക്ലോസിംഗ് ഒന്നുമില്ല. പക്ഷേ ചില സ്റ്റാഫൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനവിടെ തന്നെ ഈ ചേട്ടൻ പറഞ്ഞു നേരെ ഇങ്ങോട്ട് പോകണം. ടർബൻ ഡെമോൺസ്ട്രേഷൻ. അതെ, നമ്മുടെ തലയിലുള്ള ഈ തലപ്പാവില്ല, അത് കിട്ടുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഓൺ റിക്വസ്റ്റ്. ഫ്രീ ആണോ എന്തോ അല്ലല്ലോ. ടർബൻ ഡെമോൺസ്ട്രേഷൻ ഗ്രാറ്റുവിറ്റി. അതിന് 100 രൂപ വരെ മേടിക്കും കള്ളപ്പന്നികൾ. ഇതാണ് ദൗലത് ഖാന. മോസ്റ്റ് ഓഫ് ലവ്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി പാടില്ല. ഓക്കെ. പെയിൻറ്റിങ്സും കാര്യങ്ങളോ. മാർവാർ രാജ്യം, താർ ഡെസേർട്ട് മേളിൽ രാജസ്ഥാൻ. മാർവാർ രാജ്യം മാത്രമല്ല, ജോധ്പൂരും ഏതാ നഗ്വാറും ഒക്കെയുള്ള. അജ്മീർ അതിനകത്ത് വരത്തില്ല. ഓക്കെ, അരാവല്ലി റേഞ്ചസ് വരുന്നത് ഇന്ത്യയുടെ ഈ ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഡിസ്പ്ലേയിൽ ആർട്ടിസ്റ്റിൻ്റെ എന്താണ് അവരുടെ സ്കീം, മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ അവർ ഉപയോഗിച്ച ടൂൾസ് എന്തൊക്കെയാണ്, കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതിന് അതിൻ്റെ സാധനങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ഓരോ ചെറിയ ചെറിയ വാൾ ഹാങ്ങിങ്സ് പോലെ. ഇവിടെ ഒരു മെയിൻ ഒരു പടവും. അതാണ് ഈ ഹോളിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ കാണാം. ശീഷ് മഹൽ, ഫൂൽ മഹൽ, തക്കത്ത് വിലാസ്. നോക്കാം, ലെറ്റ്സ് ഗോ. മേളിലോട്ട് കണ്ടു, ഇത്രയും ഉണ്ട് കേട്ടോ. കുറേ നടക്കാനുണ്ട്. സ്റ്റെപ്പ് കയറി തന്നെ ചെയ്യണം, വേറെ വഴിയില്ല. ശീഷ് മഹൽ ഞാൻ 2 സ്ഥലത്ത് കൂടെ എനിക്ക് കാണാൻ പറ്റില്ല. എക്സ്ട്രാ പേയ്മെൻറ്റ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഉള്ള പേയ്മെൻറ്റിനകത്ത് തന്നെ എനിക്ക് കാണാൻ പറ്റും. സീൽസ് ആണ് കേട്ടോ. കിട്ടില്ല. ഇവിടെ ഫുള്ള് ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. മോനെ വൈബ് സാധനം. എന്തായാലും ഒരു വർത്ത് സാധനം കേട്ടോ. ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു ഖജാൻജി. നമുക്കിങ്ങനെ ഒരു കോണിപ്പടി വരെ കാണാവേ. അപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്, സിറ്റി വ്യൂ മൊത്തത്തിൽ കാണാം. അപ്പോഴാണ് എനിക്കിത് ഭയങ്കര കൗതുകമായിട്ട് വന്നത്. ഈ ചേട്ടനാണെങ്കിൽ കീപാഡ് ഫോണിൽ പുള്ളി ഫോട്ടോ എടുക്കും. നല്ല ഫോട്ടോസ് അത്യാവശ്യം എടുക്കുന്നത് പുള്ളി. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കലാപരമായിട്ട് കഴിവുണ്ട്. ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. നല്ല ഫോട്ടോസ് പുള്ളി എടുക്കുന്നത് ആക്ച്വലി. പക്ഷെ പുള്ളിക്ക് പണമില്ല. എന്താണ്, ദൈവം ഇങ്ങനെയൊക്കെയാണ്. ചിലരുടെ കഴിവില്ലാത്തവരെല്ലാം ഐഫോൺ കൊടുക്കും, കഴിവുള്ളവർക്കൊക്കെ കീപാഡ് ഫോൺ കൊടുക്കും. ഇല്ല കേട്ടോ, മേടിച്ചൊന്ന് ലോക്കാം. പക്ഷേ നമുക്ക് അതേപോലത്തെ സ്റ്റെയർ ഇവിടെ കയറാണ്ട് നമുക്ക് ഇത് കയറി വെള്ളം നോക്കാം. ഇത് വേറൊരു ടോപ്പ് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ. ഭീമാകാരനൊരു കോട്ടയാണ് കേട്ടോ. ശത്രുക്കളൊക്കെ വന്നാൽ പെട്ടു. എല്ലാം വീക്ഷിക്കാൻ പറ്റുന്നൊരു കോട്ട. ആക്ച്വലി ഒരു പ്രാവശ്യം മോർണിംഗ് സൺറൈസ് തുറക്കത്തുമില്ല. ഇത് ആ 9 മണിക്ക് തുറക്കുന്നത്. ഇത് രാവിലെ വരുമ്പോഴല്ലോ. ഇപ്പം മഴയില്ല, വിൻ്റർ സീസണൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. നമുക്ക് നീല മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വൈറ്റ് ഡിസപ്പിയർ ആയി പോകുന്ന ഗൈഡ് പറഞ്ഞ്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്ന സംഭവമുള്ളൂ. അതിപ്പോൾ ഇല്ല. മഴയാകുമ്പോൾ അവർ ഓഫ് ചെയ്തിരും. അത് വിൻ്റർ സീസൺ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പോൾ നമുക്കിത് മൊത്തം സിപ്പ് ലൈനിൽ പോവാം. എൻ്റെ പള്ളി എവിടെ വന്നു? ഈ കാണുന്ന പള്ളിയാണോ? അത് കറണ്ട് കമ്പിയല്ല. താഴെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതാണ്. സിപ്പ് ലൈൻ ഇപ്പോൾ ഈ ഹൈവേയിലുള്ളല്ലോ. വിൻ്ററിലൊക്കെ വന്നാൽ നമുക്കത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സ്കീം. മ്യൂസിയം ഷോപ്പിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട്. എന്തോ മുള കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പണി ഞാൻ തോന്നുന്നു, ഐ ഗസ്. അല്ല, അതെ, കൺസർവേഷൻ വർക്ക് അണ്ടർ പ്രോസസ്. സോറി ഫോർ ഇൻകൺവീനിയൻസ് എഴുതി വെച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ വരുന്നത്. ടീക്കേ ഫോട്ടോഗ്രാഫി പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് പോകും. പിന്നെ ക്രാഫ്റ്റ് ബസാർ. അതിനുള്ളിലുള്ള ക്ഷേത്രം വന്നു കേട്ടോ. ഇവിടെ ഷൂ ഒക്കെ ഊരിയിടാൻ പറയുന്നുണ്ട്. കുറേ പേര് ഇട്ടിട്ടുണ്ട് ഷൂ, ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. അപ്പം തൊഴാൻ കയറുന്നവരാ. ഫോട്ടോഗ്രാഫി പറ്റില്ല.
അപ്പോൾ അങ്ങനെയാണ് സംഭവം ഇവിടെ. ഓപ്പോസിറ്റ് നമുക്ക് കുറേ കടകൾ കാണാം ഇവിടെ, പല ടൈപ്പ് ചെരുപ്പ്, കമ്മൽ, മാല, ശില്പങ്ങളൊക്കെ, അഗർബത്തി, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. കേട്ടോ കയറിയത്, അവിടുന്ന് എൻട്രി ചെയ്ത് ഈ വഴി കയറി അത് മൊത്തം കറങ്ങി അവസാനം ഇവിടുന്ന് എക്സിറ്റ് ചെയ്തു. അങ്ങനെയായിരുന്നു സ്കീം. പിന്നെ പോകേണ്ടത് ഇങ്ങോട്ടാണ്. ലെറ്റ്സ് ഗോ അപ്വേർഡ്സ്.